പയ്യെ ചൊരത്താതെ പിടിച്ചു വെച്ചിരിക്കാ. കണ്ടോ, ഒരു തുള്ളി പോലും കിട്ടില്ല. അറിയാത്ത ജോലിക്ക് നിൽക്കാണ്ട പാത്രം ഇങ്ങോട്ട് കൊടുക്കൂ. ലീല കറക്കട്ടെ. മുത്തച്ഛ, ഒന്ന് ശക്തിയിൽ പിടിക്കേ. ശക്തിയിൽ പിടിച്ചിരിക്കണ അനങ്ങല്ലേ പശു. അയ്യോ, ഈ മുത്തശ്ശൻ ശക്തിയിൽ പിടിക്കാൻ പറഞ്ഞാൽ കേക്കില്ല. ഒന്ന് പിടിക്കൂ. നന്നായേ ഉള്ളൂ. പശുവിനെ കറക്കാൻ ഒരു തഞ്ചുണ്ട്, ഇങ്ങോട്ട് തരൂ. വേണ്ട, ഇന്ന് ഇത്ര മതി. നമുക്ക് തരാതെ അവിടെ മോന് കൊടുത്തോട്ടെ ബാക്കി. അയ്യേ, ഇരുന്നാഴി ഉണ്ടാവും കുട്ടിമോളൂമ്മേ. ഇന്ന് പയ്യനെ കറന്ന അമ്മുവാ. കുറച്ചേ കിട്ടുള്ളൂ പാല്. ഉള്ളത് തായോ? എന്താന്ന് വിരുന്നുകാരുണ്ടോ കുട്ടികളമ്മേ? ഇല്ല, പശുവും പാലില് ഒരു മരുന്ന് കഴിക്കണ്ട്. അവിടെ വീട്ടില് പാക്കറ്റ് പാലാ. ആർക്കാ സുഖമില്ലായ്മ? സുധാരന് വൈത്തിരിച്ചിലും വിളിച്ചിട്ടിലും ഇന്നലെ രാവ് ഉറങ്ങിയിട്ടില്ലേ? അതെ, പെൺകുട്ടികളുടെ ശാപാ. ഇവരുടെ മുറ്റത്ത് എത്ര പൂക്കളെന്നറിയോ? ഒരെണ്ണം ചോദിച്ചാ തരുവോ? ഭയങ്കര ആളുകള്. അതാണോ? പൂക്കളാന്ന് വെച്ചാ അവന് ജീവനാ. എന്താ ഒരു പൂ തരുവോ? പൂവോ? ഇവിടെ പോവൊന്നുമില്ല. പിന്നെ ആ പൂത്തേക്കുള്ള പേരെന്താ? അതിന്റെ പേര് കുന്തം. പോടാ, ഒരെണ്ണ മുറ്റത്ത് കയറി പോരുത്. പോടാ, പുറത്തേക്ക് പോടാ, അല്ലെ നായനോട്ട് കടുപ്പിക്കും ഞാൻ. സന്തതികള്. എന്താ സുഹാരൻ നേരെ രാവിലെ കുട്ടികളുമായിട്ട് യുദ്ധം? യുദ്ധാണെങ്കിൽ എത്ര ഈസിയാ. പക്ഷെ ഇവറ്റുള്ള കൊണ്ട് വലഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത്ര ഉള്ളൊരു ചിഹ്നം ഇന്ന ഞൊണ്ടിക്കാലം. തല്ലും തമ്മാടുത്ത് ഉണ്ടാക്കിയതല്ല, രാജ്യത്തിന് വേണ്ടി കൊടുത്ത കാല. ഇവറ്റുള്ള കഥറിയോ? പിള്ളേരല്ലേ സുഹാരൻ നേരെ? ഈ പിള്ളേരാണ് നാളത്തെ പൗരന്മാര്. സ്വന്തം നാടിനോട് സ്നേഹം ഉണ്ടാവണം. എന്നാ പട്ടാളക്കാരൻ നിഷ്കില്ല. മേനമിട്ടോളൂ. അതാ വരണോ. പറഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ ആണോ രാജ്യം നന്നാമത്തെ? ഇവറ്റങ്ങളൊക്കെ വളർന്നു വരുമ്പോ ലോകം വെച്ചേക്കോ? വെറുതെ പിള്ളേരോട് വഴക്കൂടാൻ നിക്കണോ? ഒരു പൂ ചോദിച്ചാ കൊടുത്തൂടെ ഞങ്ങൾക്ക്? എന്താ ഇവിടെ പൂക്കച്ചറുണ്ടോ? ലോകത്ത് ഇവിടെ മാത്രമേ പൂവുള്ളൂ. പറ്റിയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ നട്ട് നനച്ച് വളർത്തി ഉണ്ടാക്കി കൊടുത്തൂടെ? ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടുണ്ടാക്കണതേ ബാക്കിയുള്ളവർക്ക് കാണാനാ. പിള്ളേരല്ലേടാ. പിള്ളേരോ? ആസുരവിത്തുക്കളാ പിള്ളേര്. നല്ല അടിയാ കൊടുക്കേണ്ടത്. വള്ളിച്ചൂരിൽ കൊണ്ട് നല്ല ചുട്ട അടി. എന്താ അതിൽ അരച്ച് കലക്കിയേക്കണേ? വിഷമല്ല, ഒറ്റ വലിക്കാൻ അങ്ങോട്ട് കുടിച്ചോ. 3 ദിവസം അടുപ്പിച്ച് കുടിച്ചാലുണ്ടല്ലോ പിന്നെ എരിച്ചിലും വിഷമം ഒന്നും ഉണ്ടാവില്ല. ഇത് മാറാൻ തെക്കോർത്ത് പട്ടട വയ്ക്കണം. പോടാ അവിടുന്ന്. രാവിലെ തന്നെ പറയാൻ കണ്ടല്ലോ സ്ഥാനം. ഇന്ന് കൈ മുറിക്കും. അമ്മ ടി വി കണ്ടോളൂ, ഞാൻ അറിഞ്ഞോളാം. ഏയ് വേണ്ട, ഞാൻ വെറുതെ നോക്കണോന്നേ ഉള്ളൂ. അത് മതിയല്ലോ. രണ്ടാൾക്ക് കൂട്ടാൻ ഒരു പറവണോ? ഈ പാത്രത്തേക്ക് വാരിയിട്. ഈ അമ്മയുടെ ടി വി ഭ്രാന്ത്. 24 മണിക്കൂർ നേരം ടി വി തന്നെ ടി വി. കണ്ടു കഴിക്കില്ല അമ്മയ്ക്ക്. അമ്മ ഈ പരിപ്പിൽ ഉപ്പിട്ടോ? ഞാൻ ഇട്ടിട്ടില്ല. അമ്മ അത് കഴുകി അടുപ്പത്തേക്കിട്ടെ. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ തറയടിക്കാം. ഏമായി. എന്നിട്ട് വേണം രാത്രി നടുവേന കാലുവേന എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. നീ ആ ചൂലിങ്ങിട്ടാ. അമ്മ പറയണത് അങ്ങോട്ട് കേൾക്ക. ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. അവനവൻ ആവണത് ചെയ്താൽ പോരെ. അത് കഴുകി അടുപ്പത്തിട്ട് കുറച്ച് ചുവന്നുള്ളി എടുത്ത് അരിഞ്ഞു വെക്കാം കേട്ടോ.